പ്രൈവറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പരാതിയിൽ കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെ UGCയുടെ അന്വേഷണം 7 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂർ സർവകലാശാലയ്ക്ക് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ കത്ത് വന്നു. കണ്ണൂർ സർവകലാശാലയുടേത് വിദ്യാർത്ഥി വഞ്ചനയെന്ന് സെനറ്റേഴ്സ് ഫോറം കൺവീനർ ഡോക്ടർ ഷിനോ പി ജോസ് 24നോട് പറഞ്ഞു. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സംവിധാനത്തിലൂടെ കോഴ്സ് നടത്തുവാൻ യോഗ്യതയില്ലാത്ത സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള പേരിൽ 2020 ഓൺലൈൻ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് റെഗുലേഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ഡിസ്റ്റൻസ് റെഗുലർ മോഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ മാത്രമേ ഇന്ത്യയിൽ UGC നടപ്പിലാക്കിയിട്ടുള്ളൂ. ഈ സാഹചര്യത്തിലും ഈ വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടുവാൻ വേണ്ടിയിട്ട് UGC റെഗുലേഷനെ കണ്ടില്ല എന്ന് നടിക്കുക. വിദ്യാർത്ഥികളെ ശരിക്കും പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുന്നു. അരുൺ, വിശദാംശങ്ങൾ. കണ്ണൂർ സർവകലാശാല നിയമവിരുദ്ധമാണ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചതെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട 2 പരാതികളാണ് UGCക്ക് ലഭിച്ചത്. ഒന്ന്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ് ഒരു പരാതിക്കാരൻ. മറ്റൊന്ന് സെനറ്റേഴ്സ് ഫോറം കൺവീനർ ഡോക്ടർ ഷിനോ പി ജോസ് ആണ്. ഈ 2 പരാതികളിലും ഇപ്പോൾ നിലവിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നൽകിയ പരാതിയിൽ ഇപ്പോൾ നിലവിൽ കണ്ണൂർ സർവകലാശാലയ്ക്ക് UGC നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആ നോട്ടീസിൽ പറയുന്നത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി 7 ദിവസത്തിനകം ഈ പരാതിയിൽ ഈ ഒരു അന്വേഷണത്തിന് മറുപടി നൽകണമെന്നാണ് കണ്ണൂർ സർവകലാശാലയോട് UGC ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, NAC ഡയറക്ടറാണ് ഒരു പരാതി അന്വേഷിക്കുന്നത്. അത് സെനറ്റേഴ്സ് ഫോറം കൺവീനർ ഡോക്ടർ ഷിനോ പി ജോസ് നൽകിയ പരാതിയിലാണ് NAC ഡയറക്ടർ ഈ കേസ് അന്വേഷിക്കുന്നത്. UGC റെഗുലേഷൻ 2020 പ്രകാരം പ്രൈവറ്റ് രജിസ്ട്രേഷന് എന്ന വിദ്യാഭ്യാസ രീതി നിലവിലില്ല. നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. UGC 3 വിദ്യാഭ്യാസ രീതികളാണ് രാജ്യത്ത് നടപ്പിലാക്കുന്നത്. അത് ഓൺലൈൻ, ഡിസ്റ്റൻസ്, റെഗുലർ എന്നീ വിദ്യാഭ്യാസ രീതികളാണ്. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സുകൾ നടത്തണമെങ്കിൽ NACന്റെ അനുമതി കൂടി, അതായത് NACന്റെ അംഗീകാരം കൂടി ആവശ്യമാണ്. പക്ഷേ കണ്ണൂർ സർവകലാശാലയ്ക്ക് NACന്റെ ഗ്രേഡ്, ഇതുമായി ബന്ധപ്പെട്ട NACന്റെ ഗ്രേഡില്ല. നമ്മുടെ കേരളത്തിൽ 2 സർവകലാശാലകൾക്ക് മാത്രമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താനുള്ള NACന്റെ ഗ്രേഡുള്ളൂ. അതൊന്ന് കേരള, കാലിക്കറ്റ് സർവകലാശാലകൾക്കാണ്. പക്ഷേ കണ്ണൂർ സർവകലാശാല അനുമതിയില്ലാതെ, NACന്റെ അനുമതിയില്ലാതെ UGC മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രൈവറ്റ് രജിസ്ട്രേഷൻ രീതി നടപ്പിലാക്കുന്നതെന്നാണ്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഈ കണ്ണൂർ സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിച്ചത്. ആയിരക്കണക്കിന് സീറ്റുകൾ സർക്കാർ കോളേജുകളിലും അതുപോലെ തന്നെ എയ്ഡഡ് കോളേജുകളിലും ഒഴിവായി കിടക്കുമ്പോഴാണ് വിദ്യാർത്ഥികളെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് കണ്ണൂർ സർവകലാശാല ഇത്തരത്തിലൊരു അപേക്ഷ ക്ഷണിച്ചതെന്നൊരു ആരോപണം നിലവിൽ തന്നെ ഉയരുന്നുണ്ട്. മലബാർ മേഖലയിലെ പാരലൽ കോളേജ് ലോബിയെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടിയുമായി കണ്ണൂർ സർവകലാശാല മുന്നോട്ട് പോകുന്ന ആരോപണവും ഉയരുന്നുണ്ട്. എന്തായാലും ഇതിലിപ്പോൾ അന്വേഷണം നടക്കുന്നു എന്നതാണ് പുതിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.